നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം പാറേമ്പാടത്ത് ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി കായിൽ വളപ്പിൽ വീട്ടിൽ ഷെഫീഖാണ് മരിച്ചത്. പാറേമ്പാടം കുരിശുപള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. നെല്ലുവായിൽ കലുങ്കുപാലത്തിന്റെ സ്ലാബ് തകർന്ന് മരത്തടി കയറ്റി വന്നിരുന്ന ലോറി ചെരിഞ്ഞു. മഴക്കെടുതി തുടരുന്നു. മറ്റം പന്നിശ്ശേരിയിൽ മണ്ണിടിഞ്ഞു വീണ് ഭാഗികമായി വീട് തകർന്നു. പെരിയമ്പലം ബീച്ച് പരിസരത്ത് വെള്ളക്കെട്ടിനാൽ ബുദ്ധിമുട്ടിലായി 5ഓളം കുടുംബങ്ങൾ. മാറഞ്ചേരി തുറുവാണം ദ്വീപിലേക്കുള്ള റോഡ് വെള്ളത്തിൽ മുങ്ങി. എളവള്ളിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. നെല്ല് സംഭരണ കേന്ദ്രത്തിലെ അഴിമതി ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് ചൂണ്ടൽ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം ചർച്ചയാക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ പിടിവാശി അംഗീകരിക്കാത്തതാണ് ഇറങ്ങിപ്പോക്കിന് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കേച്ചേരി ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കുകളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കലാപം. രണ്ടിടത്തും കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം പാറേമ്പാടത്ത് ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി കായിൽ വളപ്പിൽ വീട്ടിൽ ഷെഫീഖാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. സ്കൂട്ടറിലിടിച്ച ശേഷം നിർത്താതെ പോയ വാഹനം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. വാഹനം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രികന്റെ തലയിലൂടെ ലോറി കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. റുക്സാന ഭാര്യയും മിൻഹ മകളുമാണ്. സംസ്ഥാന പാതയിൽ പാറേമ്പാടം കുരിശുപള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി വിളക്കുമാടത്തിൽ വീട്ടിൽ 62 വയസ്സുള്ള ശശീധരനാണ് പരിക്കേറ്റത്. കൊങ്ങണൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബൈക്ക് കുഴിയിൽ ചാടിയതിനെ തുടർന്ന് കാറിന്റെ മുൻപിലേക്ക് വീണ് ഇരുവാഹനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മഴ ശക്തമായതിനെ തുടർന്ന് നിരവധി കുഴികളാണ് തൃശൂർ മുതൽ ചങ്ങരംകുളം വരെ രൂപപ്പെട്ടിട്ടുള്ളത്. കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി നെല്ലുവായിൽ കലുങ്ക് പാലത്തിന്റെ സ്ലാബ് തകർന്ന് മരത്തടി കയറ്റി വന്നിരുന്ന ലോറി ചെരിഞ്ഞു. നെല്ലുവായി മുണ്ടൻകോട് റോഡിലാണ് അപകടമുണ്ടായത്. അമിത ഭാരം കയറ്റി വന്നതാണ് കലുങ്ക് പാലം തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി പ്രധാന റോഡിൽ നിന്ന് മുണ്ടൻകോട് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. ഈ വഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മുണ്ടൻകോട് ക്ഷേത്ര കവാടത്തിനും റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റം പന്നിശ്ശേരിയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. പന്നിശ്ശേരി കുറ്റിയിൽ പാറമേൽ വീട്ടിൽ ജ്യോതിബാസിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. ജ്യോതിബാസും കുടുംബവും വിദേശത്താണ്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞു വീണ് വീടിന്റെ അടുക്കള ഭാഗത്തെ ചുവർ തകർന്നു. കൂറ്റൻ പാറക്കഷ്ണം വന്നിടിച്ച് പിൻവശത്തെ വാതിലിന്റെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട്. ഏകദേശം 50 അടിയിലേറെ ഉയരത്തിൽ നിന്നാണ് ചെങ്കൽപ്പാറകളും മണ്ണുമടക്കം ഇടിഞ്ഞു വീണിട്ടുള്ളത്. വീടിന്റെ പിൻഭാഗത്തെ ഷീറ്റുമേഞ്ഞ ഷെഡിന് മുകളിലേക്ക് വീണ ശേഷം മണ്ണും പാറക്കഷ്ണങ്ങളും തള്ളിയാണ് വാതിലും ചുവരും തകർന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ശ്രീകൃഷ്ണ കോളേജിന്റെ കോമ്പൗണ്ടിൽ നിന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. കോളേജിന്റെ അധീനതയിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ മണ്ണിളകി നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ വീടിന് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടാകുമെന്ന ആശങ്കയുമുണ്ട്. 2018 പ്രളയകാലത്ത് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് സമീപവാസിയായ ഗീത വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. മണ്ണിടിച്ചിലിൽ തകർന്ന വീട് കണ്ടാണശ്ശേരി പഞ്ചായത്ത് അധികൃതരും ആളൂർ വില്ലേജ് അധികൃതരും സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, സെക്രട്ടറി T നരേന്ദ്രനാഥ്, വില്ലേജ് ഓഫീസർ ഗൗതമൻ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്.
വില്ലേജ് അധികൃതർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാകുക. CCTV ന്യൂസ് കേച്ചേരി. അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് പരിസരത്ത് വെള്ളക്കെട്ടിനാൽ ബുദ്ധിമുട്ടിലായി 5ഓളം കുടുംബങ്ങൾ. വർഷാവർഷം മഴക്കാലത്ത് നൽകുന്ന അധികൃതരുടെ വാക്കുകൾ പാഴ്വാക്കുകളാണെന്ന് കുടുംബങ്ങൾ. പെരിയമ്പലം ബീച്ച് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിന് തെക്കുഭാഗത്താണ് വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി 5ഓളം വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത്. തോട്ടുമൽ ഹംസ, കുട്ടിയകത്ത് ആബിദ്, കുട്ടിയകത്ത് അലി, തറയിൽ രാജൻ, പടിഞ്ഞാറയിൽ ബീവി എന്നീ കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായത്. ഇവരുടെ വീടിനു ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. പല വീടുകളിലും രോഗികളും പൂർണ്ണ ഗർഭിണികളും ആണ് താമസിക്കുന്നത്. അധികം തറ ഉയരമില്ലാത്തതിനാൽ വീടുകളുടെ ഉള്ളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഇതുമൂലം അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ആദ്യകാലങ്ങളിൽ വെള്ളമൊഴുകിപ്പോകാൻ സൗകര്യമുണ്ടായിരുന്നുവെങ്കിലും സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് ചാലുമൂടിയതിനാലാണ് വെള്ളം കെട്ടി നിൽക്കുവാൻ കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. നിരവധി തവണ ഇതു സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് 18, 19 വാർഡുകളിലെ മെമ്പർമാരോടും തങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടും ആരും ഒരു നടപടിയും എടുത്തില്ലെന്ന് ഇവർ CCTVയോട് പറഞ്ഞു. ഇവിടുത്തെ 19-ാം വാർഡിലത്തെ മെമ്പർ എന്നോട് പറഞ്ഞത് അറപ്പാട് റോട്ടിൽ ഒരു ക്ലിയർ ആക്കുന്നുണ്ട്. അത് ക്ലിയർ ആയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അവിടുത്തെ മെമ്പറെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യമായി വിളിച്ചു. ഞാൻ അതുവരെ ഫോൺ എടുത്തിട്ടില്ല. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. കനത്ത മഴയെ തുടർന്ന് കിണർ ഇടിഞ്ഞു താഴ്ന്നു. എളവള്ളി പഞ്ചായത്തിലെ പറക്കാട് കുന്നത്തുള്ളി പ്രസാദ് പണിക്കിന്റെ വീട്ടുപറമ്പിലെ കിണറാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത്. കിണറിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ കിണറിനുള്ളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മണ്ണും കല്ലും ഉൾപ്പെടെ ചെളിവെള്ളം കിണറ്റിലേക്ക് ഒഴുകിയിറങ്ങിയതിനാൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. മാറഞ്ചേരി തുറുവോണം ദ്വീപിലേക്കുള്ള റോഡ് വെള്ളത്തിൽ മുങ്ങി. വാഹന ഗതാഗതം നിലച്ചു. ശക്തമായ മഴയെ തുടർന്ന് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ദ്വീപും ഒറ്റപ്പെട്ടു. ദ്വീപിലേക്കുള്ള ഏക യാത്രാമാർഗമായ റോഡിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. മുട്ടിനൊപ്പം വെള്ളത്തിലൂടെയാണ് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത്. പൊന്നാനി കോൾ മേഖലയിൽ ശക്തമായ നീരൊഴുക്ക് രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തവണയും ദ്വീപിലേക്കുള്ള ഏക യാത്രാമാർഗമായ റോഡിൽ വെള്ളം കയറിയത്. പൊന്നാനി കോളിൽ വെള്ളം നിറയുന്നതിന് മുൻപ് തന്നെ കോളിലെ വെള്ളം കടലിലേക്ക് തുറന്നുവിടാനായി BM റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്താനായി ഇറിഗേഷൻ എയോട് ദ്വീപ് നിവാസികൾ അഭ്യർത്ഥിച്ചുവെന്നും എന്നാൽ അധികൃതർ ഈ ആവശ്യം ചെവിക്കൊണ്ടില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എയിനെ വിളിച്ചിട്ട് റോഡ് വെള്ളം കയറും, അതുകൊണ്ട് BM കായലിൽ സ്ഥിതി ചെയ്യുന്ന BM റെഗുലേറ്റർ തുറക്കണം, മുഴുവൻ ഷട്ടറുകളും തുറക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹകരണം മൂലം അത് തുറക്കാതിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അന്ന് ഈ ഷട്ടറുകളൊക്കെ തുറന്നിട്ടായിരുന്നെങ്കിൽ BMത്തിലെ ഷട്ടറുകൾ തുറക്കുകയായിരുന്നെങ്കിൽ ഇത്ര വെള്ളം ഇവിടെ കൂടി തടിച്ച് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ പഞ്ചായത്തും വില്ലേജ് ഓഫീസും ഒക്കെ ഇടപെട്ടിട്ടും അദ്ദേഹം ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് ഷട്ടറുകൾ തുറക്കാതിരിക്കുക ചെയ്തത്. ഇന്നലെ വിളിച്ചപ്പോഴും ഇന്നലെ രാത്രി ഇപ്പോൾ മുഴുവൻ തുറന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ അവസ്ഥ ഒഴിവാക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവുകയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരിതം ജനങ്ങൾക്കുണ്ടാവില്ല. മഴ ശക്തമാകുന്ന സമയങ്ങളിൽ ദ്വീപുകാർ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. 170 കുടുംബങ്ങളിലായി 800ഓളം പേരാണ് ദ്വീപിൽ താമസിക്കുന്നത്. 5 വർഷം മുൻപ് റോഡ് ഉയർത്തി നവീകരിക്കാൻ പദ്ധതിയിടുകയും പണി തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിൽ ദ്വീപിലേക്ക് പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ പച്ചക്കൊടി കാണിച്ചെങ്കിലും ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. CCTV ന്യൂസ് പുന്നയൂർക്കുളം. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പൂമരത്തിന്റെ വലിയ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. വൈദ്യുതി ലൈനിലേക്ക് വീണതിനെ തുടർന്ന് കമ്പികൾ പൊട്ടുകയും 3 വൈദ്യുതി തൂണുകൾ ചെരിയുകയും ചെയ്തു. ഇതേ തുടർന്ന് മേഖലയിൽ ഏറെ നേരം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KCB ജീവനക്കാർ മരങ്ങൾ മുറിച്ചുമാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ഈ ഭാഗത്ത് 2 വലിയ മരങ്ങൾ അപകടാവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ കാട്ടകാമ്പാൽ പാപ്പുരുത്തിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. കുന്നത്തുവളപ്പിൽ ഉമ്മർ, മുഹമ്മദ് എന്നിവരുടെ വീട്ടിലാണ് വെള്ളം കയറിയത്. പാടത്തിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് ശക്തമായ മഴയിൽ വെള്ളം കയറുന്നത് പതിവാണ്. മുൻപ് പാപ്പുരുത്തി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. 4 വർഷം മുൻപ് ഇവിടെ റോഡ് ഉയർത്തി നിർമ്മിച്ചതോടെയാണ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവായത്. ശക്തമായ മഴയിൽ പാടത്തിനോട് ചേർന്നുള്ള പറമ്പുകളിലും വെള്ളം കയറിയിട്ടുണ്ട്.
പോർക്കുളം ചെറുവത്താനിയിൽ തെങ്ങ് വീണ് കിണറും വിറകുപുരയും കമ്പിവേലിയും തകർന്നു. ചെറുവത്താനി സ്വദേശിനി പനക്കൽ വീട്ടിൽ തങ്കമണിയുടെ വിറകുപുരയും കിണറും കമ്പിവേലിയുമാണ് തകർന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. കിണറിന്റെ കൈവരി പൂർണ്ണമായും തകർന്നു. വീടിനോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. വീടിന് മുകളിലേക്ക് തെങ്ങ് വീഴാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായതായി വീട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ തെങ്ങ് മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നെല്ല് സംഭരണ കേന്ദ്രത്തിലെ അഴിമതി ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് ചൂണ്ടൽ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ചൂണ്ടൽ പഞ്ചായത്ത് നെല്ല് സംഭരണ കേന്ദ്രത്തിലെ തട്ടിപ്പ് അധികാരത്തിൽ വന്നിട്ട് 3.5 കൊല്ലമായിട്ടും പഞ്ചായത്തിനെ അറിയിക്കാതെ തട്ടിപ്പിന് കൂട്ടുനിന്ന നെല്ല് സംഭരണ കേന്ദ്രം ഭരണസമിതിയിലെ സ്ഥിരാംഗങ്ങളായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെതിരെയും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണനെതിരെയും വിശദമായ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന അജണ്ട പഞ്ചായത്ത് യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാത്തതിനെ തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നെല്ല് സംഭരണ അഴിമതി വിഷയം ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആന്റോ പോളിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, നെജില സിറാജുദ്ദീൻ എന്നിവർ സംയുക്തമായി രേഖാമൂലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നോട്ടീസ് നൽകിയിരുന്നു. വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായില്ല. തുടർന്നാണ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കുണ്ടായത്. 2000-2005 പഞ്ചായത്ത് ഭരണസമിതി കാലഘട്ടത്തിൽ രൂപീകരിച്ച് പഞ്ചായത്ത് നേരിട്ട് പ്രവർത്തിപ്പിച്ചിരുന്ന ചൂണ്ടൽ നെല്ല് സംഭരണ കേന്ദ്രം 2005 KP രമേശ് പഞ്ചായത്ത് പ്രസിഡന്റായി CPMന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് കർഷകരുടെ പങ്കാളിത്തമുള്ള ചാരിറ്റബിൾ ആക്ട്സ് അനുസരിച്ചുള്ള സൊസൈറ്റിയായി രൂപീകരിച്ചത്. ഭരണസമിതിയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ, ചൂണ്ടൽ കൃഷി ഓഫീസർ എന്നിവർ സ്ഥിരാംഗങ്ങളായി ബൈലോ തയ്യാറാക്കി അംഗീകാരം വാങ്ങുകയും ചെയ്തു. 2015-2020 കാലഘട്ടത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് ഭരിച്ച CPM ഭരണസമിതിയിലെ അംഗമായ KP രമേശ് ആസൂത്രണ സമിതിയുടെ വൈസ് ചെയർമാനുമായിരുന്നു. അക്കാലത്താണ് ഈ തട്ടിപ്പ് നടന്നത്. 2020 വീണ്ടും അധികാരത്തിൽ വന്ന നിലവിലെ CPM ഭരണസമിതി പ്രസിഡന്റ് രേഖ സുനിൽ തട്ടിപ്പ് നടന്ന കാലത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവർ നെല്ല് സംഭരണ കേന്ദ്രം ഭരണസമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ട് പോലും നാളിതുവരെയായിട്ടും സംഭരണ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പിന്റെ വിവരം ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുകയുണ്ടായിട്ടില്ല. ഈ തട്ടിപ്പിൽ ഇരുവർക്കുമുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. സാധാരണ പഞ്ചായത്ത് യോഗങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാർ ഒരു അജണ്ട നിശ്ചയിക്കാൻ വേണ്ടി കത്ത് കൊടുത്താൽ ആ അജണ്ട ഉൾപ്പെടുത്തണം എന്നതാണ് സാധാരണ നടപടിക്രമം. ആ അജണ്ട 4 പേരും ഞങ്ങൾ ഒപ്പിട്ട് സെക്രട്ടറിയും പ്രസിഡന്റിനെ നേരിട്ടും സെക്രട്ടറിക്ക് ഒഫീഷ്യലായിട്ട് ഫണ്ട് ഓഫീസ് മുഖേന കൊടുക്കുകയും സെക്രട്ടറിയെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. ഏകദേശം 10 ലക്ഷം രൂപയോളം അഴിമതി നടത്തി വിജിലൻസ് അന്വേഷിച്ച് വിജിലൻസ് അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് FIR ഇട്ട് നോൺ ബെയിൽ ഓഫൻസ് ഇട്ട് നടക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP രമേശിനെതിരെയുള്ള അജണ്ടയാണ്. ഇത് ആരും പറയാതെ തന്നെ ഈ ഒരു ആരോപണം വന്നാൽ നേരിട്ട് സുമോട്ടോയായി കേസ് ഈ അജണ്ട വെക്കേണ്ടതാണ്. അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നേറുന്നത്. നിസ്സാര കേസല്ല, വ്യാജ സൈൻ ചെയ്തുകൊണ്ട് പിടിച്ചിട്ടുള്ള ഒരു കേസാണത്. അതുകൊണ്ട് എത്ര വ്യാജം നടന്നിട്ടുണ്ടെന്ന് അറിയേണ്ടത് പഞ്ചായത്ത് മെമ്പർമാരുടെ കടമയാണ്. ഇവർ ഈ അജണ്ട പഞ്ചായത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നതിന്റെ ന്യായം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അന്ന് അജണ്ട ഉൾക്കൊള്ളിക്കാമെന്നും ഇന്ന് നേരിട്ടോ പരോക്ഷമായോ ബന്ധമില്ല എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവാത്തത്. ഇത് തികച്ചും പഞ്ചായത്തിന്റെ റിവോൾവിംഗ് ഫണ്ടാണ്. അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന രീതിയോട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP രമേശിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷം നെല്ല് സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം ചർച്ചയാക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ പിടിവാശി അംഗീകരിക്കാതിരുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് കാരണമായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ. അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പ്രസിഡന്റിനും സെക്രട്ടറിക്കും കത്ത് മുഖേന തന്ന അജണ്ട ഈ ഭരണസമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാത്തതും പ്രസക്തി ഇല്ലാത്തതുകൊണ്ടുമാണ് ഉൾപ്പെടുത്താതിരുന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് മുമ്പുള്ള പ്രശ്നത്തെ ചൊല്ലിയാണ് പ്രതിപക്ഷം കത്ത് വെച്ചിരുന്നത്. പ്രസിഡന്റും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണും കൃഷി ഓഫീസറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് ഉന്നയിച്ചാണ് ഇവർ ഇറങ്ങിപ്പോയത്. പ്രസക്തി ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ആ അജണ്ട കമ്മിറ്റിയിൽ വെക്കാതിരുന്നതെന്നും രേഖാ സുനിൽ വ്യക്തമാക്കി. ഇന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകാനുള്ള കാരണം ഞങ്ങൾ അജണ്ടയിൽ ഇല്ലാത്ത കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ് അവരിന്ന് ഇറങ്ങിപ്പോയത്. കമ്മിറ്റി തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക്
ഒരു വിഷയം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് സംസാരിച്ചത്. നമ്മൾ ഈ ഭരണസമിതിയിലുള്ളപ്പോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഒരു അജണ്ട വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിന് സെക്രട്ടറിക്ക് ലെറ്റർ തന്നിരുന്നു. ആ അജണ്ട പ്രസക്തിയല്ലാത്തത് കൊണ്ട് നമ്മൾ ആ അജണ്ട വെക്കാൻ തീരുമാനിച്ച് സെക്രട്ടറിയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ അജണ്ട പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെക്കാൻ തീരുമാനിച്ചില്ല. അതിൻ്റെ കൂടുതലായിട്ടൊന്നും ഇനി അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് സംസാരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുന്നംകുളം നഗരസഭാ ബസ് സ്റ്റാൻഡിന് സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ പരാതിക്കാരന് തുക നൽകാനുള്ളത് സംബന്ധിച്ച അജണ്ട കൌൺസിൽ യോഗത്തിന് വോട്ടിനിട്ട് അംഗീകരിച്ചു. വെള്ളിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലാണ് അജണ്ട സംബന്ധിച്ച് നടന്ന ചർച്ചയെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ അജണ്ട വോട്ടിനിടണമെന്ന് ആവശ്യപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരന് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 4,87,880 രൂപയാണ് നഗരസഭ നൽകാനുള്ളത്. തുകയടയ്ക്കാനുള്ളതായി കളക്ടർ അറിയിച്ചതിനെ തുടർന്ന് ചെയർപേഴ്സൺ ജില്ലാ കളക്ടറുമായും പിന്നീട് ഗവൺമെന്റ് ലീഡറുമായും വിഷയം ചർച്ച ചെയ്തതാണ്. നഗരസഭ കേസിൽ ഇതിനകം നൽകിയ 39 ലക്ഷം കൂടാതെ നൽകാൻ ഉള്ള തുകയും പലിശയും നികുതിയുമടക്കമാണ് നിലവിൽ നൽകാനുള്ള തുക എന്ന് പ്ലീഡർ അറിയിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വ്യക്തമാക്കി. കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള വീഴ്ചയാണ് ഇതെന്നും തുകയടക്കേണ്ട ബാധ്യത കൌൺസിലിന് ഇല്ലെന്നും കോൺഗ്രസ് കൌൺസിലർ ലബീബ് ഹസൻ പറഞ്ഞു. BJP RMP കൌൺസിലർമാരും അജണ്ടയെ എതിർത്തു. തുടർന്നാണ് അജണ്ട വോട്ടിനിട്ട് പാസാക്കിയത്. വൈദ്യുതി ഓട്ടോറിക്ഷയ്ക്ക് വടക്കാഞ്ചേരി റോഡിലെ ഓട്ടോറിക്ഷ പാർക്കിൽ പെർമിറ്റ് അനുവദിക്കുന്നത് സംബന്ധിച്ച അജണ്ട ഭരണപ്രതിപക്ഷാംഗങ്ങൾ എതിർത്തു. 1350-ലധികം ഓട്ടോറിക്ഷകൾ നഗരത്തിലെ വിവിധ ഓട്ടോ സ്റ്റാൻഡുകളിലായി ഓടുന്നുണ്ടെന്നും നഗരപരിധിയിൽ പുതിയ പെർമിറ്റ് അനുവദിക്കാൻ സാധിക്കില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. താലൂക്ക് ആശുപത്രി ഡയാലിസിസ് വിഭാഗത്തിൽ 4.5 മണിക്കൂർ വേണ്ട ഡയാലിസിസിനെ മുഴുവൻ സമയം അനുവദിക്കുന്നില്ല എന്ന് കോൺഗ്രസ് അംഗം ബിജു സി ബേബി ആരോപിച്ചു. കുന്നംകുളം തൃശൂർ റോഡിന്റെയും പെരുമ്പിലാവ് റോഡിന്റെയും ശോചനീയാവസ്ഥ, പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ തുടങ്ങിയ വിഷയങ്ങളും കൌൺസിലിൽ ചർച്ചയായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തിന് അധ്യക്ഷയായി. ആദ്യത്തെ ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്ന അതിൽ ഒരാളെ ടെൻഡർ എടുത്തത് ഒഴിഞ്ഞു പോകുമ്പോൾ ചില നിയമ തടസ്സങ്ങളും അതിന്റെ നിയമ കാര്യങ്ങളും അതിന്റെ തെറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും അത് ടെൻഡർ ചെയ്ത് അതിന്റെ ഫണ്ട് നമുക്കുള്ളത് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളതാണ്. അത് വർക്ക് ചെയ്യും. അടിയന്തരമായിട്ട് അതിന്റെ കുഴികൾ അടയ്ക്കുന്ന പ്രവർത്തനത്തിനുള്ള 29 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതാണ്. അത് വർക്ക് ചെയ്യും. റോഡിന്റെ ശോചനീയാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ബീന രവി, KK മുരളി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ തിരുവേങ്കിടം പാനയോഗം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നൽകി വരാറുള്ള വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാരം തിമില കലാകാരൻ ചോറ്റാനിക്കര വിജയൻ മാരാർക്കും, ചങ്കത്ത് ബാലൻ നായർ സ്മാരക പുരസ്കാരം വാദ്യവിദ്വാൻ ചൊവ്വല്ലൂർ മോഹനൻ നായർക്കും, കല്ലൂർ ശങ്കരൻ സ്മാരക പുരസ്കാരം നാഗസ്വര വിദ്വാൻ പേരകം അശോകനും, എടവന മുരളീധരൻ സ്മാരക പുരസ്കാരം കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ മധുവിനും, അകമ്പടി രാധാകൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം കൃഷ്ണനാട്ടം വേഷം റിട്ടയേർഡ് ആശാൻ വെട്ടിക്കാട്ടൂർ കൃഷ്ണൻ നമ്പൂതിരിക്കും സമ്മാനിക്കും. ആഗസ്റ്റ് 13 രാവിലെ 10 രുക്മണി റീജൻസിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഭാരവാഹികളായ ശശി വാറനാട്ട്, ഉണ്ണികൃഷ്ണൻ എടവന, ബാലൻ വാറനാട്ട്, മാധവൻ പൈക്കാട്ട്, ഷൺമുഖൻ തെച്ചിയിൽ, ദേവിദാസൻ എടവന, പ്രഭാകരൻ മൂത്തേടത്ത്, മുരളി അകമ്പടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേച്ചേരി ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കുകളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കലാപം. രണ്ടിടത്തും കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തെത്തിയിരിക്കുകയാണ്. ചിറനെല്ലൂർ കേച്ചേരി സഹകരണ ബാങ്കുകൾ കാലങ്ങളായി കോൺഗ്രസ് ഭരണസമിതികളാണ് ഭരണം നടത്തുന്നത്. 21 നടക്കുന്ന കേച്ചേരി സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് ഔദ്യോഗിക പാനലിനെതിരെ ബ്ലോക്ക് സെക്രട്ടറി VK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 3 പേരാണ് മത്സരിക്കുന്നത്. ചിറനെല്ലൂരിൽ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നേതൃത്വത്തിനെതിരായ പ്രവർത്തകരുടെ വികാരത്തിന്റെ പ്രതിഫലനത്തിന്റെ ഭാഗമായാണ് ഇരു ബാങ്ക് തെരഞ്ഞെടുപ്പിലും ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കാൻ നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാറൂണിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് നിർബന്ധിച്ച് പിൻവലിക്കുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ, ആൻഡോ പോൾ, മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ എന്നിവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് ഈ ചതിയന്മാരെ തിരിച്ചറിയുക എന്ന ക്യാപ്ഷനോട് കൂടിയ ഫ്ലക്സ് ബോർഡുകൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു.
ചൂണ്ടൽ മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് രേഖപ്പെടുത്തിയ ബോർഡുകളാണ് സ്ഥാപിച്ചിരുന്നത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ ബാങ്ക് തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രണ്ടിടത്ത് CPIM പാനലുകളും മത്സരരംഗത്തുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. തിരുവത്ര ചെങ്കോട്ട നഗറിൽ ചിങ്ങനാത്ത് 53 വയസ്സുള്ള അബൂബക്കറാണ് മരിച്ചത്. ഇരട്ടപ്പുഴ പാറൻപടിയിൽ റോഡിൽ വീണ് കിടന്നിരുന്ന തെങ്ങിൽ ബൈക്ക് തട്ടിയായിരുന്നു അപകടം സംഭവിച്ചത്. ഖബറടക്കം ശനിയാഴ്ച നടക്കും. റുക്കിയ ഭാര്യയും സിദ്ദിഖ്, ഹർഷാദ്, റുബീന എന്നിവർ മക്കളുമാണ്. വരവൂർ പഞ്ചായത്തിലെ അടാട്ടുകുന്ന് നഗറിൽ നടത്തുന്ന 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ ഓരോ പ്രദേശത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. 100 കണക്കിന് പ്രദേശങ്ങളാണ് തിരഞ്ഞെടുത്തത്. അവിടെയെല്ലാം തന്നെ ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഇവിടെ കുറച്ച് താമസം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 2022 തന്നെ ഇവിടെ നമ്മൾ യോഗം ചേർന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു. 2024 ജൂലൈ 18 തീയതി. അപ്പോൾ അത് കുറച്ച് കാലതാമസമാണ്. അതിൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും തടസ്സങ്ങളെല്ലാം ഇങ്ങനെ നീണ്ടുപോകും. കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ പുനരുദ്ധാരണം, റോഡുകളുടെ നവീകരണം, കാന നിർമ്മാണം, കിണർ നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. ജപ്പാനിൽ നടക്കുന്ന വേൾഡ് വോളിബോൾ ടൂർണമെന്റിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ രഞ്ജിത്ത് കൃഷ്ണൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോട്ടണിയിൽ ഡോക്ടറേറ്റ് നേടിയ അമ്മത്തിൽ മനോഹരൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ AM സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ CV ശ്രീജ പദ്ധതി വിശദീകരണം നടത്തി. SC/ST കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VG ദീപു പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദമണി, TA ഹിദായത്ത്, വിമല പ്രഹ്ലാദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി, പഞ്ചായത്ത് അംഗം K സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ 25 ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമായി. 2024-25 വർഷത്തിൽ 10 പദ്ധതികളിലായി 25,02,000 രൂപയാണ് മൃഗസംരക്ഷണ മേഖലയിൽ ചെലവഴിക്കുന്നത്. ക്ഷീര കർഷകർക്ക് വേണ്ടി കടപ്പുറം മൃഗാശുപത്രിയിലേക്ക് 4 ലക്ഷം രൂപയുടെ മരുന്നുകൾ വിതരണം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഈ വർഷത്തെ പ്രധാന പദ്ധതികളെക്കുറിച്ചും ക്ഷീരകർഷകർക്കും മറ്റ് കർഷകർക്കും ലഭിക്കുന്ന വിവിധ ഇനം ആനുകൂല്യങ്ങളെക്കുറിച്ചും ചർച്ചയും നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പർ ബോഷി ചാണാശ്ശേരി, ഐശ്വര്യ ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് ഇസ്മയിൽ RK, വെറ്റിനറി സർജൻ ഡോക്ടർ സെബി, വെറ്റിനറി അസിസ്റ്റന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പാതയോരങ്ങളിലെ കിണറുകൾ നവീകരിക്കുന്ന തണ്ണീർക്കുടം പദ്ധതിയിൽ നടക്കുന്നത് ധൂർത്തും അഴിമതിയുമെന്ന് യൂത്ത് കോൺഗ്രസ്. കാടുമൂടിക്കിടക്കുന്ന കിണറിൽ റീത്ത് സമർപ്പിച്ച യൂത്ത് കോൺഗ്രസ് എളവള്ളി മണ്ഡലം ഭാരവാഹികൾ പ്രതിഷേധിച്ചു. കിണറുകളുടെ പുറമെ മാത്രം മോടി പിടിപ്പിച്ച് ഉൾവശം വൃത്തിയാക്കാതെ ലക്ഷങ്ങൾ പാഴാക്കിയിരിക്കുകയാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ. പദ്ധതി നടപ്പിലാക്കി 2 വർഷം തികയുന്നതിന് മുൻപ് തന്നെ പല കിണറുകളും പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ലക്ഷങ്ങൾ പാഴാക്കി അനാവശ്യമായി ധൂർത്ത് നടത്തി വാർത്തകൾക്കു വേണ്ടി ചെയ്ത ഈ പദ്ധതി ആർക്കും ഉപകാരപ്രദമല്ലാത്ത അവസ്ഥയിലാണ്. മോടി പിടിപ്പിച്ച പല കിണറുകളും പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ് കാണാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. എളവള്ളി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. സാധാരണക്കാർ മാത്രം താമസിക്കുന്ന പണ്ടാറക്കാട് ബണ്ട് റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് 3 വർഷമായി. തിണ്ടി പണ്ടാറക്കാട് ഉല്ലാസ് നഗർ റോഡ്, ജനശക്തി റോഡിന്റെ പടിഞ്ഞാറുവശം, പാറയിലെ വ്യാപാരി വ്യവസായി റോഡ് തുടങ്ങി ഒട്ടുമിക്ക ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമല്ല. കിണറുകൾ മോടിപിടിപ്പിച്ച് ലക്ഷങ്ങൾ പാഴാക്കുന്ന പഞ്ചായത്ത് ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ആദ്യം പരിഹാരം കാണണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോബിൻ ജോസ്, മണ്ഡലം പ്രസിഡന്റ് ബിബിൻ സെബി, മിലൻഡോ ഷാജി, VJ സിജോ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. പുനേർകുളം മന്നലാംകുന്ന് AKG റോഡിലെ വെള്ളക്കെട്ടിന് കാരണം ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നും ഇതിന് ഉടൻ പരിഹാരം കാണണമെന്നും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി ആവശ്യപ്പെട്ടു.
100-ൽ പരം കുടുംബങ്ങളും യാത്രക്കാരുമാണ് ദേശീയപാത സർവീസ് റോഡിലെ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. അനിയന്ത്രിതമായ രീതിയിൽ മണ്ണെടുത്ത് ഭൂനിരപ്പിനേക്കാൾ താഴ്ചയിലാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുൻപ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഡിവൈഡർ നിർമ്മിച്ചിട്ടുള്ളതെന്നും ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നും മുഹമ്മദ് ഉണ്ണി ചൂണ്ടിക്കാട്ടി. മന്നലങ്കുന്ന് PWD റോഡിനും പാലത്തിനും സമാന്തരമായി സൃഷ്ടിക്കേണ്ട അടിപ്പാത 600 മീറ്റർ തെക്കുമാറി നിർമ്മിച്ചതിന്റെ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ആർക്കും പ്രയോജനമില്ലാത്ത, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രം സൃഷ്ടിക്കുന്ന അടിപ്പാത നിർമ്മാണത്തിനെതിരെ നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടും മാറ്റം വരുത്താൻ തയ്യാറാകാത്ത ഹൈവേ അധികൃതരുടെ നടപടി ഒരു പ്രദേശത്തെ വലിയ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടത്. ദേശീയപാത അധികൃതരുടെ ഇത്തരം നടപടി അങ്ങേയറ്റം അപലപനീയമാണെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിനായി തയ്യാറാക്കിയ പ്രമോഷൻ വീഡിയോ കോൺഗ്രസ് പ്രവർത്തകർ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്ന ആക്ഷേപവുമായി സംവിധായകൻ രംഗത്ത്. ബാങ്ക് ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തയ്യാറാക്കിയ 3 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയാണ് കോൺഗ്രസ് പ്രവർത്തകർ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്ന് സംവിധായകനായ മഹിൻകർ കേച്ചേരി പറഞ്ഞു. CPIM പാർട്ടി അംഗങ്ങളും പഞ്ചായത്ത് അംഗവും അഭിനേതാക്കളായ ഹ്രസ്വചിത്രമാണ് ഒരുക്കിയിരുന്നത്. സിനിമയും ഹ്രസ്വചിത്രങ്ങളും ചെയ്ത് ജീവിക്കുന്ന ആളാണെന്നും തന്റെ കലാസൃഷ്ടി തന്റെ അനുമതിയോ സമ്മതമോ കൂടാതെയാണ് വികലമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടുള്ളതെന്നും മഹിൻകർ വ്യക്തമാക്കി. വീഡിയോ എഡിറ്റ് ചെയ്ത് വികലമാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികാരികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും മഹിൻകർ കൂട്ടിച്ചേർത്തു. ഞാൻ സിനിമകളും അതുപോലെ തന്നെ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന, എഴുതുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷനാണ് അത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനാണ് ഞാൻ അതിനൊരു വീഡിയോ തയ്യാറാക്കിയത്. ആ വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ളതൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അത് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ പ്രൊഫഷൻ എന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പക്ഷേ പിന്നീട് ആ വീഡിയോ പലവിധ എഡിറ്റിങ്ങിൽ മാറ്റം വരുത്തിക്കൊണ്ട് കോൺഗ്രസ് വലതുപക്ഷ മുന്നണികൾ എന്ത് ചെയ്തു, അത് അവരേതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു സർഗശേഷി, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അതിനെ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ അതുവരെ മോഷ്ടിക്കുന്ന രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ വലിയൊരു എന്താ പറയുക, ഒരു ശ്രമമാണ്. ആ ശ്രമങ്ങളെ മുഴുവൻ കടങ്ങോട് മല്ലൻകുഴിയിലേക്ക് മഴയാത്ര നടത്തി ഇടം സാംസ്കാരിക വേദി അംഗങ്ങൾ. മഴക്കാല വിനോദ കേന്ദ്രമായ മല്ലൻകുഴി നീർച്ചോലയെ പ്രകൃതി വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറു വെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. അതുകൊണ്ടുതന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം. എന്നാൽ മല്ലൻകുഴി അത്രമാത്രം പ്രസിദ്ധമല്ലാത്തതിനാൽ പ്രദേശവാസികളാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത്. മല്ലൻകുഴിയുടെ മനോഹാരിത കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, പ്രകൃതിയിൽ നിന്നും അകന്നുപോകുന്ന മനുഷ്യ സമൂഹത്തെ പ്രകൃതിയിലേക്ക് അടുപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇടം സാംസ്കാരിക വേദി മഴയാത്ര സംഘടിപ്പിച്ചത്. കുടുംബസമേതമാണ് ഇടം അംഗങ്ങൾ മഴയാത്രയിൽ പങ്കാളികളായത്. 2 കിലോമീറ്ററോളം ദൂരം നടന്നാണ് മല്ലൻകുഴിയിലെത്തിയത്.
മഴയാത്ര പുതുമയും ഹൃദ്യവുമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചതെന്ന് വിനോദ സംഘത്തിലെ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ഇടം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച മഴയാത്രയോടനുബന്ധിച്ചാണ് ഞങ്ങളിവിടെ മല്ലൻകുഴി കാണാൻ വന്നത്. ഞങ്ങളുടെ അടുത്ത പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് മല്ലൻകുഴി. എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്നു നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സേഫായിട്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് മല്ലൻകുഴി. ഇവിടെ നന്നായി പല പല സോണുണ്ട്. അവിടെ എല്ലാവർക്കും ഒരുപോലെ സേഫായിട്ട് നമുക്ക് സന്തോഷിക്കാൻ എല്ലാവർക്കും പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്നിവിടെ വിസിറ്റ് ചെയ്യണം. ഞങ്ങളെല്ലാവരെയും ഇവിടേക്ക് വന്ന ഇടം സാംസ്കാരിക വേദിയോട് ഒരിക്കൽ കൂടി നന്ദി. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൗക്കത്ത് കടങ്ങോട്, EK മിനി, അബ്ബാസ് വെള്ളറക്കാട്, ഫരീദ് അലി, AR രാധിക, NS സത്യൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചൊവ്വന്നൂർ ബ്ലോക്ക് ആത്മാ പദ്ധതി പ്രകാരം ഓണക്കാല പച്ചക്കറി കർഷകർക്ക് പരിശീലനം നൽകി. കുന്നംകുളം മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആത്മാ BFAC ചെയർമാൻ M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കൃഷി ഓഫീസർമാരായ ജയൻ, പ്രശാന്ത്, അരവിന്ദ് കുമാർ, അജി, ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രതാരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷെഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പുനേർകുളം കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ദുരിതാശ്വാസ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് മേഖല സന്ദർശിച്ചു. മുരിയന്തടം, ശവക്കോട്ട, മൃഗാശുപത്രി ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിനാൽ ദുരിതമനുഭവിക്കുന്ന വീടുകളാണ് സന്ദർശിച്ചത്. ചാരിറ്റബിൾ ട്രസ്റ്റ് ദുരിതാശ്വാസ പ്രവർത്തകരുടെ സഹായം വാഗ്ദാനം നൽകിയാണ് പ്രവർത്തകർ മടങ്ങിയത്. ശക്തമായ കാറ്റിൽ കടപുഴകി വീണ മരങ്ങൾ മുറിച്ചുമാറ്റി വഴികൾ സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, ട്രഷറർ അഷ്റഫ് കീടത്തയിൽ, റാഫി പരൂർ എന്നിവർ നേതൃത്വം നൽകി. ജനകീയ കലാസാഹിത്യ വേദിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ശേഖരൻ അത്താണിക്കലിന്റെ 2ാം അനുസ്മരണം സ്മൃതി ശേഖരം 2024 എന്ന പേരിൽ വേലൂർ ബോധിയിൽ സംഘടിപ്പിച്ചു. കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പുനരുദ്ധാരവാദത്തിന്റെയും വെറുപ്പിന്റെയും ശക്തികൾ ഹിംസാത്മകമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ മാനവികതയുടെയും സമത്വബോധത്തിന്റെയും പക്ഷത്ത് നിൽക്കുന്നവർ ഐക്യപ്പെടേണ്ട കാലമാണിതെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷത വഹിച്ചു. MLPI സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നടൻ ശിവജി ഗുരുവായൂർ, KA മോഹൻദാസ്, കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പാടത്ത്, സുമം മോഹൻദാസ്, ജയ്സിംഗ്, കുക്കു ദേവകി എന്നിവർ സംസാരിച്ചു. PK വേണുഗോപാൽ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പുസ്തക വായനയുടെ ആവശ്യകത വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും പ്രൊഫഷണൽ ബുക്ക് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച പുസ്തകമേളയ്ക്ക് തുടക്കമായി. ജൂലൈ 22 വരെ നടക്കുന്ന പുസ്തക പ്രദർശനത്തിൽ പാഠ്യപുസ്തകത്തിനു പുറമെ ഭാഷ, സാഹിത്യം, പൊതുവിജ്ഞാനം എന്നീ പുസ്തകങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. പുസ്തകമേളയുടെ ഉദ്ഘാടനം ഫാദർ ഷാജി ഐസക് നിർവഹിച്ചു. ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി, കോളേജ് ലൈബ്രറിയൻ ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചന്ദനം അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വഴിപാടായി ലഭിച്ചു. തിരുപ്പതി സ്വദേശി RS വെങ്കിടേശൻ ഭാര്യ വനിത, ഉദുമൽപേട്ട് സ്വദേശി അഡ്വക്കേറ്റ് ഹരിപ്രസാദ്, പത്നി രൂപ എന്നിവരാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. കൊടിമര ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വഴിപാടുകാരിൽ നിന്ന് ഉപകരണം ഏറ്റുവാങ്ങി. ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ ലിജുമോൾ, K പ്രദീപ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗ്യാസ് മസ്റ്ററിംഗ് നടത്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചായിരുന്നു മസ്റ്ററിംഗ് നടത്തിയത്. ആദ്യ ദിനത്തിൽ 45ഓളം കുടുംബങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്തി. 10 മണി മുതൽ 1 മണി വരെയായിരുന്നു സമയം. ബാക്കിയുള്ളവ അടുത്ത ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. TS അശ്വജിത്ത് മസ്റ്ററിംഗിന് നേതൃത്വം നൽകി. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ഉമ്മർ മാസ്റ്റർ അറക്കൽ, സുരേഷ് താണിശ്ശേരി, ഷാജു ചെറുവത്തൂർ, ഷാജൻ വാഴപ്പള്ളി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. പ്രസിദ്ധ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താൻ വിടവാങ്ങുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്.
കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനാണ് ആ വ്യക്തി. തനിക്ക് ജീവൻ തിരിച്ചു നൽകിയതിന് നന്ദി അറിയിക്കാൻ എല്ലാ വർഷവും ഡിസംബർ 6-ന് പുലർച്ചെ വിളിക്കുമ്പോൾ മറുതലയ്ക്കൽ പ്രിയ ഡോക്ടർ ഉണ്ടാകില്ലെന്ന ദുഃഖത്തിലാണ് മുരളീധരൻ. ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താന്റെ മെഡിക്കൽ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെള്ളർക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനെ മാറ്റി നിർത്താൻ കഴിയില്ല. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹൃദയവാൽവ് ഘടിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് മുരളീധരൻ. വാൽവ് വികസിപ്പിച്ചതും ശസ്ത്രക്രിയ നടത്തിയതും ഡോക്ടർ MS വല്യത്താനും. 1990 ഡിസംബർ 6-നായിരുന്നു ആ ശസ്ത്രക്രിയ. ഹൃദയ ശസ്ത്രക്രിയകളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത കാലം. മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്ന വാൾവായിരുന്നു ഹൃദയത്തിൽ ഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം ശ്രീചിത്രയിൽ വികസിപ്പിച്ച വാൾവ് ഘടിപ്പിക്കൽ ആദ്യ പരീക്ഷണമായതിനാൽ ഭയം കൊണ്ട് രോഗികളും ബന്ധുക്കളും തയ്യാറായിരുന്നില്ല. ആ സമയത്ത് 38 വയസ്സുള്ള മുരളീധരൻ വാൾവ് ഘടിപ്പിക്കാൻ സധൈര്യം സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ശ്രീചിത്രയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ MS വല്യത്താന്റെ നീണ്ട നാളത്തെ ഗവേഷണത്തിനും പ്രയത്നത്തിനുമൊടുവിൽ വികസിപ്പിച്ചെടുത്ത ഹൃദയവാൾവ് അങ്ങനെ മുരളീധരന്റെ ഹൃദയത്തിൽ തുന്നിച്ചേർത്തു. മുരളീധരനു പിന്നാലെ നിരവധി പേർക്ക് ശ്രീചിത്രയിലെ വാൾവ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ആദ്യത്തെ മാനസപുത്രനാണ് മുരളീധരന്റെ ഹൃദയത്തിലുള്ളതെന്ന് ഡോക്ടർ MS വല്യത്താൻ എന്നും അഭിപ്രായപ്പെട്ടിരുന്നു. സാറിന്റെ മാനസപുത്രനെത്ര എൻ്റെ ഹാർട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സാറ്. ഇതൊന്ന് ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ഇവിടെ പോയിട്ട് വരണ നേരത്തെ എൻജിനീയർ ഉണ്ടായിരുന്നു കൂടെ, ഈ വാൾവ് ഉണ്ടാക്കിയ എൻജിനീയർ. അപ്പോൾ അങ്ങോര് പറഞ്ഞു കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാറ് അവസാനം പറഞ്ഞു ഈ വാൾവ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇനി ഇതിനു വേണ്ടി ട്രൈ ചെയ്യരുത്. സാറിൻ്റെ ഒരു വാശിയപ്പോൾ എന്നിട്ടാണ് ഈ ഇപ്പോൾ പുതിയ ആ ഡയഫ്രം ഉണ്ടാക്കിയത് സാർ. എന്നിട്ട് അതാണ് ഇപ്പോൾ വാൾവിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് വാൾവ് തള്ളിപ്പോയതിൻ്റെ ശേഷം 2 പ്രാവശ്യം വെച്ചു അത്ര. എന്നിട്ട് തള്ളിപ്പോയതിൻ്റെ ശേഷം വീണ്ടും ചിത്ര വാൾവ് വെച്ച ഒരാളെ കണ്ടു. അയാൾ എന്നോട് ചോദിച്ചു ഏത് വാൾവ് വെച്ചിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിത്ര. ചിത്ര വാൾവ് നല്ലത് കേട്ടോ, ഇപ്പോൾ 3 മാസമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. മരണം വരെ മുരളീധരന്റെ ആരോഗ്യ വിവരങ്ങൾ ഡോക്ടർ തിരക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ 2 വർഷത്തിനുള്ളിൽ 250ഓളം വാൽവ് മാറ്റ ശസ്ത്രക്രിയകൾ നടന്നു. ലോകപ്രസിദ്ധ മെഡിക്കൽ ജേണലുകളിൽ വാൾവിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ വന്നു. തുടർന്നാണ് വാൾവിന് വിശ്വാസ്യത കൈവരുന്നത്. ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ഹൃദയങ്ങളിൽ ശ്രീചിത്രയിലെ വാൾവ് സ്പന്ദിക്കുന്നു. തനിക്ക് പുതുജീവൻ നൽകിയ പ്രിയപ്പെട്ട ഡോക്ടറുടെ വേർപാട് മുരളീധരന് വിശ്വസിക്കാനായിട്ടില്ല. ഡോക്ടറെ അവസാനമായി ഒരു നോക്കു കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മണിപ്പാലിലായതിനാൽ കഴിയാത്ത സാഹചര്യമാണ്. എന്നിരുന്നാലും ഹൃദയത്തുടിപ്പിൽ എപ്പോഴും പ്രിയ ഡോക്ടർ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് മുരളീധരൻ. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പ്രമുഖ ഗാന്ധിയൻ രാഘവ്ജിയുടെ നാമധേയത്തിലുള്ള മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ പഠനാരവം സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ NP രാമചന്ദ്രൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ അനു ഉമ്മൻ, ട്രസ്റ്റ് മെമ്പർ ലക്ഷ്മി, ചന്ദ്രപ്രകാശ് ഇടമന, നെൽസൺ ഐപ്പ, സ്കൂൾ പ്രധാനാധ്യാപകൻ ലൈനു, സുനിൽ അരുവായി, രമേശ് കടവാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-24 അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ എൻഡോവ്മെന്റ് വിതരണവും ക്ലാസ് ടോപ്പർമാരായ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും നൽകി. ആലത്തൂർ MP K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിറ എൻഡോവ്മെന്റ് വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ BG ദീപു പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വിമല പ്രഹ്ലാദൻ, PK യശോദാമണി, PA ഹിദായത്തുള്ള, പഞ്ചായത്ത് അംഗം K. സേതുമാധവൻ, PTA പ്രസിഡന്റ് PS പ്രദീപ്, SMC ചെയർമാൻ C. ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ താഴ്ന്ന നിലവാരത്തിൽ നിന്നാണ് നമ്മുടെ സ്കൂള് ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ സ്കൂളിന് ഉയർച്ചയുണ്ടാകുകയാണ്. ഓരോ പരീക്ഷ എഴുതിയപ്പോഴും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടായി. സാധാരണ പരീക്ഷ എഴുതി കഴിഞ്ഞ സമയത്ത് നമുക്ക് വിജയിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷ എഴുതിയപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്
ഏറെ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഏകദേശം സ്റ്റേറ്റ് ആവറേജിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. SLC പരീക്ഷയിൽ ഇക്കൊല്ലത്തെ സ്റ്റേറ്റ് ആവറേജ് എന്ന് പറയുന്നത് 99.67%. അപ്പോൾ 99.67% സംസ്ഥാന ആവറേജ്. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺ സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ കൊക്കേഡാമ അഥവാ പായൽ പന്ത് കുന്നംകുളം ക്ലസ്റ്റർ തല ഉദ്ഘാടനം നടന്നു. പരമ്പരാഗത ജാപ്പനീസ് കലയായ കൊക്കേഡാമ പുരാതനവും ചെടികളും പൂക്കളും പരിപാലിക്കുന്നതിനും അലങ്കരിക്കുന്നതിനും ഉപയോഗപ്രദമായ ഒരു ആധുനിക കലാരൂപമായാണ് അറിയപ്പെടുന്നത്. പായൽ എന്നർത്ഥം വരുന്ന കൊക്ക എന്ന പദത്തിൽ നിന്നാണ് കൊക്കേഡാമ ഉത്ഭവിച്ചത്. ദാമ എന്നാൽ പന്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. ജപ്പാനിൽ ബോൺസായ് ചെടിയുടെ അതിമനോഹരമായ റൂട്ട് സിസ്റ്റം ഉയർത്തിക്കാട്ടാൻ കൊക്കേഡാമ കല പ്രാകൃതമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഗോളാകൃതിയിലുള്ള മൺബോളുകളിൽ വീട്ടുചെടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചെടിയുടെ റൂട്ട് ബോൾ എടുത്ത് ഒരു മഡ് ബോളിൽ സസ്പെൻഡ് ചെയ്യുന്ന മികച്ച ജാപ്പനീസ് കലയാണിത്. മൃദുവായ പച്ചപ്പായൽ കൊണ്ട് പൊതിഞ്ഞു നിർമ്മിക്കുന്ന ഗോളാകൃതിയിലുള്ള ഈ നടിയിൽ ചെടികളെ മനോഹരമാക്കുന്നു. പരിസ്ഥിതി സൗഹാർദ്ദം എന്നതിലുപരി ഇവ വീട് അല്ലെങ്കിൽ ഓഫീസ് ഇടങ്ങൾ മെച്ചപ്പെടുത്തുന്നുവെന്നും സ്ഥലത്തിന് ഊർജ്ജവും സർഗാത്മകതയും നൽകുന്നുവെന്നാണ് പറയുന്നത്. കുന്നംകുളം ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. കൊക്കേഡാമയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളും നിത്യജീവിതത്തിൽ കൊക്കേഡാമയുടെ പ്രയോജനത്തെപ്പറ്റിയും NSS വളണ്ടിയർ നിയ വിശദീകരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നീഹാരം ബേർഡ് സ്കൂളിലേക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് ഒഴിവുണ്ട്. 1 വർഷത്തേക്ക് ആഴ്ചയിൽ 1 ദിവസം എന്ന നിലയിൽ ദിവസവേതന കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 29 രാവിലെ 10:30 എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പും സഹിതം ഹാജരാകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായോ 0487 26 42 26 0 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക 30 വെള്ളി ആചരിച്ചു. ആചാര്യ ചിറ്റാട വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ട്രഷറർ ശ്രീധരൻ മാമ്പുഴ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് കർക്കിടക വിശേഷ വിവരണം നടത്തി. ബാലൻ വാറനാട്ട് ആമുഖ പ്രസംഗം നടത്തി. നിർമ്മല നായിക്, ടി ദാക്ഷായിനി, ശശി കേനാടത്ത്, മുരളി അകമ്പടി, M ഹരിദാസ്, രവി വട്ടരങ്ങത്ത്, ബാബു വീട്ടിലായിൽ, കാർത്തിക കോമത്ത്, രാധാമണി ചാത്തനാത്ത് എന്നിവർ സംസാരിച്ചു. പുള്ളുവൻപാട്ട് കലാകാരി ചങ്ങരംകുളം സരോജിനിയെ ഉപഹാരം നൽകി ആദരിച്ചു. രാമായണ പാരായണം, പുള്ളുവൻപാട്ട്, പത്തിലക്കറി വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. തുടർന്ന് ആനകൾക്ക് പഴങ്ങളും ധാന്യങ്ങളും അടങ്ങുന്ന ഭക്ഷണം നൽകി. ആനയൂട്ട് കാണാൻ ഒട്ടേറെ പേർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി ഇയാൽ മൂകാംബിക വിദ്യാനികേതൻ സ്കൂൾ മാനേജർ PD ഗോപാലിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി. പുരസ്കാര സമർപ്പണ യോഗത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ശ്രീ ആര്യ മഹർഷി നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. കരീം പന്നിത്തടം മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് പദ്ധതി വിശദീകരണവും ബലവൃക്ഷത്തൈ കൈമാറ്റവും നടത്തി. സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശൻ, അഡ്വൈസറി ബോർഡ് മെമ്പർ ഷിജു കോട്ടോൽ, ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പത്തിലക്കറിയും കഞ്ഞിയും കനകപ്പൊടിയും വിതരണം ചെയ്തു. ക്ഷേത്രത്തിലെ നാമജപാംഗങ്ങൾ ശേഖരിച്ച താള്, തകര, മത്തൻ, കുമ്പളം, പയർ, ആനക്കുടിത്തുവ, തഴുതാമ, നെയ്യുറൂണി, ചേന, ചേമ്പ് എന്നിവയുടെ ഇലകൾ കൊണ്ടാണ് പത്തിലക്കറി തയ്യാറാക്കിയത്. തവിട് അരിച്ചു കിട്ടുന്ന പൊടിയിൽ ശർക്കര ചേർത്ത് കനലിൽ ചുട്ടെടുത്താണ് കനകപ്പൊടി ഒരുക്കിയത്. ഭഗവതിക്ക് നിവേദിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. ഗുരുവായൂർ മണികണ്ഠവാര്യരുടെ ഭക്തി പ്രഭാഷണവും ഉണ്ടായി. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ കരാട്ടെ യോഗ പരിശീലനം ആരംഭിച്ചു. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ ലൈജുമോൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജു എയാൽ അധ്യക്ഷനായി. പരിശീലന പരിപാടിയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് സീനിയർ കരാട്ടെ മാസ്റ്റർ സെൻസായി കുഞ്ഞുമൊയ്തീൻ കുട്ടി വിശദീകരിച്ചു. സ്കൂൾ മാനേജർ PK വിനയകുമാർ ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് മെമ്പർ PA മുഹമ്മദ് കുട്ടി, കരാട്ടെ ഇൻസ്ട്രക്ടർ ഹമീദ്, യോഗ ട്രെയിനർ നുസ്രത്ത്, മാതൃസംഘം പ്രസിഡന്റ് നസീമ ഷക്കീർ, പ്രധാനാധ്യാപിക ഗീത, സ്റ്റാഫ് സെക്രട്ടറി ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു.
ചെറുമനേങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പാലം കമ്മിറ്റിയുടെ വഴിപാടായി പൂമൂടൽ ചടങ്ങ് നടന്നു. ക്ഷേത്ര മേൽശാന്തി പുതുമന ഹരീഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. പാലം കമ്മിറ്റി സുരേഷ് വലിയറ, പ്രസിഡന്റ് ഷാനിൽ കുഴിപ്പറമ്പിൽ, സുനിൽ ചെറുമനേങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ആചരണത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് ചാവക്കാട് ഏരിയ 168 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മാങ്ങോട്ട് അമ്പലപരിസരത്ത് വെച്ച് നടന്ന പരിപാടി DCC മെമ്പർ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ കാട്ടത്തറ, ജോബി ആളൂർ, ശ്യാം സുന്ദർ, നൌഷാദ് PP, ജോൺസൺ, ശശികല, ഫാദിൻ രാജ് ഹുസൈൻ, മനു ആന്റോ, അശ്വിൻ ചാക്കോ എന്നിവർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. KPSTA ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. തിരുവത്ര ഗിൽഡ് സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം ആരംഭിച്ചു. KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് ജിജോ CR അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു. ജില്ലാ ഭാരവാഹികളായ AD സാജു, സൈമൺ MK, വിദ്യാഭ്യാസ ജില്ലാ ഭാരവാഹികളായ ശ്രീകുമാർ KK, വിനീത, റാഫേൽ CG, ജോഷി മേലിട്ട്, ഗിൽഡ് സ്കൂൾ കോർഡിനേറ്റർ സത്താർ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് ഹസീന S അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉപജില്ലാ സെക്രട്ടറി നജീബ് EM സ്വാഗതവും വൈസ് പ്രസിഡന്റ് ലിജോ ജോർജ് നന്ദിയും പറഞ്ഞു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറിമാരായ K ബാബുനാസർ, P മാധവദാസ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K മുഹമ്മദ്, P ബാലൻ, VP ഫാത്തിമ, KV കുഞ്ഞഹമ്മദ്, മാനു വട്ടോളി, P ഇബ്രാഹിംകുട്ടി, VK അബ്ദുട്ടി, PP കബീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെമ്മന്നൂർ 7, 8 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. അബ്ദു ഇല്ലത്തയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ സലീൽ അറക്കൽ, MK മുഹമ്മദ് അലി, ഖാദർ തളികശ്ശേരി, മണ്ഡലം സെക്രട്ടറി K നാസർ, അഷ്കർ അറക്കൽ, കുഞ്ഞുമൊയ്തു, മുജീബ് വലിയകത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. PK വിനോദ്, ഫിറോസ് ചമ്മന്നൂർ, കബീർ കല്ലിപ്പറമ്പിൽ, ഷെജീർ, ബാബു കോട്ടത്തയിൽ, മജീദ് കുന്നത്തുവളപ്പിൽ, റാഫി ചമ്മനിയിൽ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ചരമം. ചാലിശ്ശേരി പെരുമണ്ണൂർ കല്ലഴി ബാലകൃഷ്ണൻ നായർ ഭാര്യ മഠത്തിൽ വളപ്പിൽ ദേവകി അപ്പിശി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ചെറുതുരുത്തി ശാന്തി തീരം ശ്മശാനത്ത് നടന്നു. മണികണ്ഠൻ, രാജേഷ്, സുരേഷ്, പ്രകാശ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തെക്കേനട കൃഷ്ണനഗറിൽ ദേവകി തിയേറ്ററിന് പുറകിൽ നാരായണ കൃപയിൽ ഹരിദാസ് നിര്യാതനായി. 81 വയസ്സായിരുന്നു. കനറ ബാങ്ക് റിട്ടയേർഡ് സീനിയർ മാനേജറായിരുന്നു പരേതൻ. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സരളാദേവി ഭാര്യയും ദിവ്യ, ധന്യ എന്നിവർ മക്കളുമാണ്. ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറം പടിഞ്ഞാറു ഭാഗം താമസിക്കുന്ന ചിന്നാലി ഭാസ്കരൻ മകൻ അഭിലാഷ് നിര്യാതനായി. 32 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സുലോചന മാതാവും സുഭാഷ്, സുമേഷ് എന്നിവർ സഹോദരങ്ങളുമാണ്. കാണിപ്പയ്യൂർ പരേതനായ പാഴൂർ അച്യുതൻ നായർ ഭാര്യ തത്തനാത്ത് കല്യാണിയമ്മ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. സുഭദ്ര, സുധ, ശാന്തിനി, ലത, സുരേഷ് കുമാർ, ശ്യാമള എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം പാറേമ്പാടത്ത് ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി കായിൽ വളപ്പിൽ വീട്ടിൽ ഷെഫീഖാണ് മരിച്ചത്. പാറേമ്പാടം കുരിശുപള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. നെല്ലുവായിൽ കലുങ്കുപാലത്തിന്റെ സ്ലാബ് തകർന്ന് മരത്തടി കയറ്റി വന്നിരുന്ന ലോറി ചെരിഞ്ഞു. മഴക്കെടുതി തുടരുന്നു. മറ്റം പന്നിശ്ശേരിയിൽ മണ്ണിടിഞ്ഞു വീണ് ഭാഗികമായി വീട് തകർന്നു. പെരിയമ്പലം ബീച്ച് പരിസരത്ത് വെള്ളക്കെട്ടിനാൽ ബുദ്ധിമുട്ടിലായി 5ഓളം കുടുംബങ്ങൾ. മാറഞ്ചേരി തുറുവാണം ദ്വീപിലേക്കുള്ള റോഡ് വെള്ളത്തിൽ മുങ്ങി. എളവള്ളിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു.
നെല്ല് സംഭരണ കേന്ദ്രത്തിലെ അഴിമതി ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് ചൂണ്ടൽ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം ചർച്ചയാക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ പിടിവാശി അംഗീകരിക്കാത്തതാണ് ഇറങ്ങിപ്പോക്കിന് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കേച്ചേരി ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്കുകളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കലാപം. രണ്ടിടത്തും കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.